വളരെ വെറൈറ്റി ആയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ പല സ്ഥലത്ത് നിന്നൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ഓടിപ്പോലും വരലൊക്കെ ആയിട്ട് നിങ്ങൾ കാണാം കേട്ടോ. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചെയ്യാനുള്ളത് കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒന്ന് സ്വസ്ഥതയും സമാധാനമായിട്ടൊന്ന് കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു 6 മാസമായിട്ടോ കേട്ടോ ലവ് ഉണ്ടായതിന് ശേഷം 2 പേരാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അച്ഛനമ്മേനെ ഏൽപ്പിച്ചാൽ കൂടെ നമുക്ക് ഒരാൾ എന്തായാലും എൻ്റെ കയ്യിലുണ്ടാവും. അപ്പം ഇന്ന് ഇത് ലവിനെ വെച്ചിട്ടാണ് ഇന്ന് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഇന്ന് ലവ് ബാബി പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാട്ടോ ലവ് ബാബിയുടെ. അപ്പോൾ അതേ ഞാനാണെങ്കിൽ ഒരു സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ സ്കിൻ കെയർ ചെയ്തൊരു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് സൺസ്ക്രീൻ, കുറച്ച് മോയ്സ്ചറൈസർ അതൊക്കെ ഇട്ടു. പിന്നെ അതേ ഞാനൊന്ന് പുരുക ഒന്ന് എഴുതി കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മറ്റേ പുരുക എഴുതണ സംഭവം. പിന്നെ എന്നിട്ട് ഞാൻ എന്തോ തപ്പായിരുന്നു കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് പോയിട്ട് എടുത്തിട്ട് ഇത്തിരി കട്ട് ചെയ്തു എന്നൊക്കെ. പിന്നെ അതേ ഞാൻ നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ബ്യൂട്ടിയുടെ ബൈ കെട്രീനയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് ആട്ടോ. അപ്പോൾ അതിൽ നിന്ന് ലൈറ്റ് കളർ ഷെയ്ഡ് ഇട്ടു. ഇനിയിപ്പോൾ ആരെങ്കിലും പരിചയമുള്ളവർ കണ്ടാലോ. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ഒരുങ്ങിയിട്ടൊക്കെയാണ് പുറത്ത് പോകാറ്. അപ്പോൾ അതേ ഞാൻ ഇട്ടു. പിന്നെ ഈ പൗഡർ ഞാൻ ഇട്ടേട്ടോ. ഞാൻ ബാക്കിയുള്ള മറ്റേ ഫേസ് സെറ്റിംഗ് പൗഡർ തേങ്ങ ഒന്നും ഇട്ടില്ല. എന്നും വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ടാട്ടോ ജസ്റ്റ് മേക്കപ്പ് ചെയ്യണം. അതായത് പൗഡർ, വേറെ പ്രത്യേകിച്ച് ഫൗണ്ടേഷനോ കൺസീലറോ കാര്യങ്ങളോ ഒന്നും തേക്കാറില്ല. പിന്നെ മുഖത്ത് ഇപ്പോൾ നിറച്ച് പാടുകൾ വന്നേക്കാണ്. ഇനിയിപ്പോൾ അത് ശരിയാക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു മിസലാർ വാട്ടർ ഞാൻ ഇട്ടതിന് ശേഷം മിസലാർ വാട്ടർ അല്ല, ജസ്റ്റ് വെളിച്ചെണ്ണ ഇട്ടിട്ട് മുഖം മിസലാർ വാട്ടർ കഴിഞ്ഞപ്പോഴേ അപ്പോൾ എനിക്ക് ഫേസിൽ പറ്റിയില്ല. അപ്പോഴാണ് കുരു വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുരു വന്നിട്ട് അതിൻ്റെ ഇതാക്കാനുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും ഞാനൊന്നും സംഭവം ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. പുറത്ത് പോകുന്നത് കൊണ്ട് വന്നിട്ട് ചിലപ്പോൾ നന്നായി വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വിപരീതമായിട്ടുള്ള എഫക്റ്റ് വരും. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് കറുത്തിട്ട് കരിയും വീട്ടിൽ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതങ്ങനെ ചെയ്യാണ്ടിരുന്നത് കേട്ടോ. പിന്നെ അതേ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി. ഇപ്പം എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണടിയിൽ എഴുതി പോകുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതി കൊടുത്തു. ഇത് നമ്മുടെ നൈക്കയുടെ കാജൽ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ലവ് ഇവിടെ ഇങ്ങനെ പാട്ട് പാടി മൂളുന്നുണ്ട്, നിങ്ങൾ ഇഗ്നോർ ചെയ്യാവുള്ളതെന്നൊക്കെ. അപ്പോൾ ഞാൻ നല്ല മീൻ്റെ പോലെയൊക്കെ ഞാൻ എന്താവും ഇങ്ങനെ കണ്ണെഴുതുമ്പോൾ മീൻ്റെ പോലെ കണ്ണെഴുതാന്നൊക്കെ കേട്ടോ പറയാം. നന്നായിട്ട് വാലിട്ടിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണെഴുതിയിട്ട് മസ്കാര തന്നെ നന്നായിട്ട് ഇട്ടത് നല്ല രസമായിട്ട്. പിന്നെ ലിപ്സ്റ്റിക് ഒന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ ഇടിവെട്ട് കളർ ഇട്ടിട്ട് ഞാൻ തന്നെ മറന്നു. എനിക്ക് ഇഷ്ടമല്ല റെഡ് കളറൊക്കെ ഇട്ടാൽ ഞാൻ തുടച്ച് കളയും. ഇപ്പോൾ ഓരോ ടൈമിലും ഓരോ വക പ്രാന്തെന്നൊക്കെ പറയില്ലേ. ആദ്യമാണെങ്കിൽ മേക്കപ്പ് ഇടാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നല്ല റെഡ് ഇട്ടിട്ടൊക്കെ ആയിട്ട് ഞാൻ പോവാറ്. ഇപ്പം ആണെങ്കിൽ റെഡ് പോയിട്ട് ഞാൻ ഭയങ്കര ന്യൂഡ് ഷെയ്ഡാട്ടോ. എനിക്കറിയില്ല, എനിക്ക് ഒന്നാമത് ഇവളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് മേക്കപ്പ് ഇടാനേ ഇഷ്ടമില്ലാണ്ട് ഞാൻ നടക്കുന്ന ഒരാളാണ്. പിന്നെ എനിക്കിപ്പോൾ അതേ പയ്യെ ഒരുങ്ങി പോകാനിപ്പോൾ ഇഷ്ടമായി തുടങ്ങി. പക്ഷേ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ഒരു ഇതുമില്ല. പിന്നെ കണ്ണാണ് ഒരുങ്ങി പോകാമെന്ന് പറഞ്ഞാൽ കണ്ണ് നന്നായി എഴുതും. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇടും. അല്ലാണ്ട് ഞാൻ ഫൗണ്ടേഷനോ കൺസീലറോ ഒക്കെ ഇടും. വേറെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ക്രീമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നാച്ചുറലായിട്ടുള്ള എൻ്റെ കോലാണ് നിങ്ങളിപ്പോൾ പുറത്ത് വയ്ക്കുമ്പോൾ കാണാറ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നല്ലൊരു മസ്കാര കേട്ടോ. മസ്കാര അടിപൊളിയാണ്. പക്ഷെ കഴുകി കഴിയുന്നത് തന്നെ പാടി എനിക്ക് മാത്രം അറിയുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു മെബിലിൻ്റെ ഒരു സ്കൈ ഹൈ മസ്കാരയാണ്. അതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് തുടച്ച് പിന്നെ അതിൻ്റെ മേലെ മിസലർ വാട്ടർ തേച്ച് ഒക്കെ ആയാലാണ് നമ്മൾക്ക് പോവുള്ളൂ. പിന്നെ തലേമ്മ ഞാനിങ്ങനെ കെട്ടി വെച്ചതാട്ടോ. ഞാൻ ഇന്നലെ ബുദ്ധിപൂർവ്വം നേരത്തെ കുളിച്ചു. ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ നനഞ്ഞ കോഴിയിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ ലിപ്പ് ലൈനറാണ്, മാക്കിൻ്റെ ലിപ്പ് ലൈനറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്കിൻ്റെ എൻ്റെ ലിപ്പ് ലൈനറാണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കും ഉണ്ട്, ലിപ്പ് ഗ്ലോസും ഉണ്ട്. അപ്പോൾ 3 കോംബോ ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതും ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പുറത്ത് എന്തോ ആവശ്യത്തിന് പോയി, അതും അമ്മ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലവ്വി ഞാനും മാത്രം വീട്ടിൽ. അച്ഛനാണെങ്കിൽ എന്തോ കോപ്പീസ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ലവ്വി അവിടെ എന്താണ് ചെയ്യുന്നത്, ലവ്വി വേഷം കെട്ട് കാട്ടുന്നുണ്ടോ, ലവ്വി അലമ്പാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ അവളെന്തോ അലമ്പ് കാട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കയ്യോടെ എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞത് ഭയങ്കര ന്യൂഡ് കളർ ഷെയ്ഡാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് ഇപ്പോൾ ന്യൂഡ് കളർ ഇട്ടിട്ടിട്ടേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇതുപോലത്തെ ഭയങ്കര ലൈറ്റ് കളർ ഷെയ്ഡാണ് ഞാൻ ഇടാറ്.
ചിലപ്പോൾ സമയത്ത് നിങ്ങളിപ്പോൾ എന്നെ പുറത്തൊക്കെ വെച്ച് കാണുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ചുണ്ടുമ്പോൾ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ തോന്നില്ല കേട്ടോ. ഇതാണെങ്കിൽ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ലിപ്സ്റ്റിക്സൊക്കെ ഞാൻ മേടിച്ച് നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഞാനാണെങ്കിൽ സാറ്റിൻ ക്രീം ലിപ്സ്റ്റിക്സ് ആട്ടോ മേടിക്കണേ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. പക്ഷേ എനിക്ക് തിടുമ്പോൾ ഒരു സന്തോഷം, എൻ്റെ സന്തോഷം ലെവൽത്. അപ്പോൾ ഞാനതിട്ടു. പിന്നെ എന്താ പറയുക, പിന്നെ എന്താ ഒന്നും കൂടി ജസ്റ്റ് കണ്ണുപ്പീലി എന്തോ കുറഞ്ഞ പോലെ. പിന്നെ ഈ പൗഡർ ഇട്ടത് ഇത്തിരി കൂടിപ്പോന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ഈ പൗഡറൊക്കെ ഒലിച്ച് പോകുന്നല്ല, അതൊക്കെ സെറ്റായി വരും. പ്രത്യേകിച്ച് മുഖത്തൊന്നും ഇട്ട പോലെ തോന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇതാണിപ്പോൾ കണ്ടില്ലേ, പുതിയ പാടുകളും കാര്യങ്ങളൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അത് എൻ്റെ ഫേസിലത്തെ ഫുള്ള് പോവുകയാണെങ്കിൽ ഞാൻ എന്താ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ പുതിയത് മേടിച്ചിട്ടുള്ളത്. കുരുവിന് നമ്മുടെ സ്ഥിരം സെബോജല് ഇപ്പോൾ വേറെ ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ ഫുള്ള് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതേ പിന്നെ നമുക്കൊരു ഹൈലൈറ്റർ നമുക്ക് ഒരു കൊളാബായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം നല്ലതാട്ടോ. അപ്പോൾ ഇതാക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഒന്ന് മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ലവ് ആണെങ്കിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. പക്ഷെ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല അവൾക്കെന്നൊക്കെ കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേ മുടി ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഞാൻ സ്ഥിരം എൻ്റെ എക്കാലത്തെയും സ്ഥിരം ഹെയർ സ്റ്റൈലായിട്ടുള്ള പോണിറ്റെയിൽ കെട്ടാമെന്ന് വെച്ചു. പിന്നെ ഇപ്പം എൻ്റെ എപ്പോഴത്തും ഒരു പൊട്ടാണ് മൂൺപൊട്ടില്ലാണ്ട് എനിക്കൊരു ദിവസം പോലും ഞാൻ പുറത്ത് പോകാറില്ല കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, മൂൺപൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എൻ്റെ മൂൺപൊട്ട് ഇഷ്ടമാണോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. മൂൺപൊട്ട് ഞാൻ വരയ്ക്കണതാന്ന് കുറേ പേര് ചോദിക്കേണ്ട, അല്ല ഞാൻ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മുടിയുടെ ഇനി കുറച്ച് പ്രഹസനമാണെന്ന് വിചാരിച്ചു. മുടി നന്നായിട്ട് വളർന്നുണ്ട് കേട്ടോ. പക്ഷേ ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്യും. ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഞാൻ വെട്ടും, അറിയില്ല. പക്ഷെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ നന്നായിട്ട് വളരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ ഇതേ പിന്നെ നമ്മളൊരു പോണിറ്റെയിൽ കെട്ടാം. പോണിറ്റെയിലാണ് ഞാൻ സ്ഥിരം പറഞ്ഞ പോലെ എൻ്റെ എപ്പോഴത്തും എക്കാലത്തെയും ഹെയർ സ്റ്റൈൽ മോസ്റ്റ് കംഫർട്ടബിൾ ആണ്. പിന്നെ ഞാനാണെങ്കിൽ സ്ക്രഞ്ചീസാണ് ഇടാറ്. ഇന്ന് സ്ക്രഞ്ചീസ് ഒന്നും തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കിട്ടിയിട്ടുള്ള ഉണ്ടൊക്കെ എടുത്തിട്ട് ഞാൻ ഇട്ടു. ഒരു ഉണ്ട ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കൂടെ ഇതിട്ടു. കാരണം ഇത് 3ആയിട്ട് ഇടുമ്പോൾ എനിക്ക് തലവേദന എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ആദ്യം ഒരു ചുറ്റ് 2 ഇട്ടിട്ട് പിന്നെ രണ്ടാമത്തെ ഇടുമ്പോൾ എനിക്ക് അത്ര തലവേദന എടുക്കാറില്ല. എന്താണെന്നറിയില്ല, എന്ന് സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് യൂഷ്വലി നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടുമ്പോൾ എനിക്ക് നല്ല അസ്വസ്ഥ. ഇങ്ങനെ പോണിട്ടേൽ കെട്ടുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഒരു ഉണ്ട 3 പ്രാവശ്യം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിടുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്ക്രഞ്ചീസ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. എപ്പോൾ പോയാൽ അമ്മാമത്തളകൾ പോലെ ഒരു സ്ക്രഞ്ച് ഇട്ടിട്ടാട്ടോ പോവാറ്. എന്നാൽ എന്തായാലും ഞാൻ പോണിട്ടേൽ കെട്ടി. പിന്നെ എൻ്റെ കുറച്ച് പിന്നെ അതേ എൻ്റെ വാച്ച് സ്പ്രേ അടിക്കണം. അപ്പോൾ വാച്ചും സ്പ്രേ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിക്കാട്ടോ. അപ്പോൾ വാച്ച് എവിടെയോ തപ്പിയിട്ട് കിട്ടാണ്ട് പിന്നെ ഇവിടെ കിട്ടി എനിക്ക്. ഇപ്പോഴാണ് ഓർമ്മയില്ല എവിടെയാണ് എന്ത് സാധനങ്ങളാണ് വെക്കണേന്ന്. അപ്പോൾ എൻ്റെ വാച്ച് പിന്നെ സ്പ്രേ പിന്നെ സ്പ്രേ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സ്പ്രേ പിന്നെ എനിക്ക് ആട്ടം മേടിച്ച് തന്നെ സ്പ്രേ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുന്നൊക്കെ. അപ്പോൾ ഇത് ഏതോ ഒരു സ്പ്രേ പിന്നെ വാച്ച് ഇത് എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ. MKയുടെ ഒരു വാച്ചാണ്. അപ്പോൾ അതിടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഒരു വാച്ചുള്ളൂ. അതുപോലെ തന്നെ ക്രോക്സിൻ്റെ ഒരു ചെരുപ്പുള്ളൂ. അതൊക്കെ ഞാനിങ്ങനെ ലൈഫ് ലോങ് ഇങ്ങനെ ഇടാട്ടോ. അപ്പോൾ എത്ര നാളെയെന്നറിയോ, എനിക്കിങ്ങനെ കുറേ വാച്ചുകൾ കുറേ ഷൂ അങ്ങനെ ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ ഇതാട്ടെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ ലവ് യു ബാബി ഞങ്ങൾ പോണ ഒരു ബിറ്റും കൂടി ഇട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്.